ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഹുൽ പ്രകാശിനിട്ടും അതുപോലെ തന്നെ വിക്രത്തിനൊരു പണി കൊടുക്കുകയാണ്. സേനന്റെ ആ ഒരു സംസ്കാരം നടക്കാൻ പോകുകയാണെന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ പ്രകാശനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ മുടിയൊക്കെ മൊട്ടടിക്കുന്നുണ്ട്. എടാ മോനെ, എന്തായാലും നമുക്ക് വൈകിട്ട് ഇറങ്ങാന്നൊക്കെ പറയാണ്. അങ്ങനെ വിക്രത്തിനെയും കൂട്ടിക്കൊണ്ട് പ്രകാശിന് ഒരു ചെറിയ റീത്തൊക്കെ വാങ്ങിക്കുന്നുണ്ട്. സേനനെ കൊടുക്കുമ്പോൾ റീത്തൊക്കെ കൊടുക്കണമല്ലോ. അങ്ങനെ റീത്തൊക്കെ ആയിട്ട് നമ്മുടെ പോകുകയാണ് പ്രകാശനും വിക്രവും കൂടി. അവിടെ എത്തുമ്പോഴേക്കും അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഒരു മരണ വീട് പോലല്ലോ, ഒരു ആഘോഷം നടക്കാൻ പോണ വീട് പോലെ കുറെ തോരണങ്ങളും ബലൂണൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. എടാ, ഇത് മരണ വീട് തന്നെയാണോ അതോ വല്ല കല്യാണ വീടാണോ എന്ന് ചോദിക്കുമ്പോ, അച്ഛാ ഇത് മരണ വീട് തന്നെയാ. എനിക്ക് തോന്നണേ ചിലപ്പോ ആ രൂപ ആ ചന്ദ്രസേനെ കല്യാണം കഴിച്ചത് 1 വർഷമായല്ലോ. അപ്പൊ ആ വെഡിങ് ആനിവേഴ്സറി ഒക്കെ നടത്താൻ വേണ്ടി നിന്ന സമയത്തായിരിക്കും ഇയാള് മരിച്ചതേ. അപ്പൊ അതുകൊണ്ട് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവര് അലങ്കരിച്ചതായിരിക്കും ഇതൊക്കെ. അങ്ങനെ അവന് വഴിയുള്ളൂ. വാ, നമുക്ക് എന്തായാലും അകത്ത് കയറി നോക്കാം എന്ന് പറയുമ്പോഴേക്കും അവിടെ നമ്മുടെ കിരണും കല്യാണിയും എല്ലാവരും കൂടെ ആഘോഷത്തോടു കൂടി തന്നെ കേക്ക് മുറിക്കാട്ടോ. വിക്രത്തിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള സോണിയുണ്ട്, ആൽബി, എല്ലാവരും ഉണ്ട്. അത് കണ്ട് പ്രകാശിന് ആകെ ഞെട്ടിപ്പോണ. പ്രകാശിന്റെ റീത്ത് കാണുമ്പോ കിരണിനും കല്യാണിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതെ അച്ഛന്റെ ശരീരത്തിൽ റീത്ത് വെക്കാൻ വേണ്ടി വന്നതാണ്. ആ രാഹുൽ ബഗാസുരം പറഞ്ഞു കാണുമായിരിക്കും അച്ഛൻ മരിച്ചെന്ന്. ആ സന്തോഷത്തിൽ അച്ഛനും മോനും കൂടി ഓടി വന്നതാണ്. അല്ല, ഇയാൾ തല മൊട്ടടിച്ചല്ലോ. ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ആചാരം ഉണ്ടല്ലോ അച്ഛാ, വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ തല മൊട്ടടിക്കണമെന്ന്. പക്ഷെ ഇയാൾക്ക് സന്തോഷം കൊണ്ട് മൊട്ടടിച്ചായിരിക്കും. എല്ലോടെ പ്രകാശ എന്ന് പറയാണ്. പ്രകാശൻ എന്തായാലും ഇവിടെ വന്നതല്ല മോനെ, കഷ്ടപ്പെട്ട് അത് റീത്തൊക്കെ ആയിട്ട് വന്നതല്ലേ. ഇവനെ നല്ലൊരു ട്രീറ്റ് നമുക്ക് കൊടുക്കാം, ഇവന്റെ മോനും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനെ മോനെ നല്ല രീതിയിൽ അടിച്ചു ഓടിച്ച് പുറത്താക്കുവാട്ടോ. ഇതിനൊക്കെ കാരണം ആ രാഹുലാണ്. രാഹുലിനെ കാണട്ടെ, രണ്ട് പറയുന്നുണ്ടെന്നൊക്കെ പറയാണ്. രാഹുൽ നേരെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കുകയാണ്. കയ്യിനും കാലിനൊക്കെ നല്ല വേദനയുണ്ട്. അവിടെ പോണ പ്രകാശനും വിക്രവും പറഞ്ഞു, നിങ്ങൾ നല്ല പണിയാണ് ഞങ്ങൾക്ക് തന്നേട്ടോ, ഞങ്ങൾക്കും കൂടി അടി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞു ഒഴിച്ചല്ലേ. അയാൾ നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചതി പറ്റിയല്ലേ, നിങ്ങളെ നിങ്ങളെ പറ്റിച്ചു അല്ലെ. ഇനി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് വേണം കിരണിനെയും കല്യാണിനെയും അവരൊക്കെ എല്ലാവരും ഇല്ലാതാക്കാൻ വേണ്ടി പറയുമ്പോൾ രാഹുൽ പറഞ്ഞു, അതെ നമുക്ക് 3 പേർക്ക് ഒറ്റക്കെട്ടായിട്ട് ആ കുടുംബം തന്നെ ഇല്ലാതാക്കണമെന്ന് പറയാണ്. അങ്ങനെ വിക്രവും പ്രകാശനും രാഹുലും കൈ കൊടുക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.